എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ പറയാൻ പോണ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ശിവനെയും ഈസാ നബിയെയും കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണുകൊണ്ട് കണ്ടു. ആ കണ്ടതിന് ശേഷമാണ് ഞാൻ വിശ്വസിച്ചത്. ഞാൻ കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിക്കാറില്ല. പിന്നെ ഈ ശിവനും മുസ്ലിമും ക്രിസ്ത്യൻസുമായിട്ട് എന്താ ബന്ധമെന്ന് വെച്ചാൽ, ആ സത്യം ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് വെളിപ്പെടുത്തി തരാം. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ ഖുർആൻ നിങ്ങൾ പഠിക്കുക, ഖുർആനിലും മൊത്തമായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വലാലി വസല്ലിമു തസ്ലിമ, അതിലെൻ്റെ അർത്ഥമുണ്ട്. ഓക്കെ. പിന്നെ ഹിന്ദുപരമായിട്ടാണെങ്കിൽ മുസ്ലിം തമ്മിൽ ജോയിൻ്റ് എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഖുർആനിൽ നമ്മൾ മനുഷ്യനെ റൂഹ് പിടിക്കണ അതിൻ്റെയൊക്കെ അധിപൻ ആരാണെന്ന് എല്ലാം ഉണ്ടായില്ല. അത് അറബിയിലാണ്, അത് മനസ്സിലാവില്ല ആൾക്കും. അതുകൊണ്ട് അറിയില്ല, ആൾക്കാർക്ക് അറിയില്ല സംഭവം എന്താണെന്ന്. ഇപ്പോൾ പറയാൻ പോണ കാര്യം എന്ന് വെച്ചാൽ, ശിവൻ എന്ന് പറഞ്ഞാൽ കാലഭൈരവനാണ്. കാലഭൈരവൻ എന്ന് പറഞ്ഞാൽ ഏത് ജീവജാലത്തിൻ്റെ റൂഹ് പിടിക്കാനുള്ള പവർ കൊടുത്തിരിക്കുന്ന, പടച്ചോൻ പവർ കൊടുത്തിരിക്കുന്ന വ്യക്തിയാണ്. ഈ ശിവനെ ക്രിസ്ത്യൻസ് വേറെ രീതിയിലാണ് ഇത് ചെയ്യണത്. ഏഞ്ചൽസിൻ്റെ രാജാവ് ആരാണ്? ഈ ശിവനാണ്. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ, ബൈബിള് കറക്റ്റായിട്ട് പഠിച്ചാൽ അതിൽ ഉള്ള സത്യം മനുഷ്യന് മനസ്സിലാവും. ഒന്ന്, ഭഗവത്ഗീത പഠിച്ചാൽ അതും ഈ പറഞ്ഞ മനുഷ്യന്മാർക്ക് മനസ്സിലാവും ഇതിൻ്റെ സത്യം എന്താണെന്ന്. ഖുർആൻ പഠിച്ചാലും ഖുർആനിലുണ്ട് എല്ലാ കാര്യം. ഇമാം മഹദീൻ്റെ പാട്ടെല്ലാം എടുത്ത് നോക്കിക്കോളൂ, എല്ലാ പാട്ടുകളും എടുത്ത് നോക്കിക്കോളൂ, അതിലെല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാ കാര്യങ്ങളും. ഇമാം ആരാണ്? ഈസാ നബിയാണ്. ഓക്കെ. മഹദി ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമി എന്ന് പറഞ്ഞാൽ ഇമാം എന്ന് പറഞ്ഞാൽ വഴികാട്ടിയാണ്. ഈസാ നബിൻ്റെ വഴികാട്ടിയാണ്. അതാണ് കറക്റ്റായിട്ട് വരുന്ന കാര്യങ്ങൾ. ഓക്കെ. പിന്നെ ഇതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയാൻ പോകുന്ന വിഷയം, നിങ്ങളടുത്ത് പറയാൻ പോകുന്ന വിഷയം വേറൊരു രഹസ്യമാണ്. ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ എന്താ സംഭവിക്കണത്, ഏതാണ് സംഭവിക്കണമെന്ന് ആർക്കും അറിയില്ല. അത് ഭൂമിയിലെ, ശരിക്കും പറഞ്ഞാൽ ഭൂമിയിൽ 2 സ്ഥലമുണ്ട്. ഒന്ന് വെള്ളത്തിലും ഒന്ന് കരയിലും. ഈ 2 സ്ഥലം ആണ് പിശാചിൻ്റെ വാസസ്ഥലമാണത്. എന്ന് പറഞ്ഞാൽ പിശാചാണ് അവിടെ ഉള്ളത്. ത്രികോണത്തിൽ 3 പേരുണ്ട്. ഈ കപ്പലും പ്ലെയിനും എല്ലാം പോയി കഴിഞ്ഞാൽ ആരും ഒരു അവശിഷ്ടം പോലും കിട്ടുന്നില്ല. എന്താണ് ഈ ത്രികോണം 3? ഇത് അതിനെ തീയാണ് അതിൽ നിന്ന് വരുന്നത്. അതിനെ നശിപ്പിച്ച് കളയാനാണ് മൊത്തം. അതുകൊണ്ട് ഒരു അവശിഷ്ടം പോലും കിട്ടത്തില്ല. ഇത് ശാസ്ത്രം പോലും കണ്ടുപിടിച്ചിട്ടില്ല. ഇത് എനിക്ക് പറയാൻ പറ്റുമെങ്കിൽ പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. ഇനി ഭൂമിയിലെ പിശാചിൻ്റെ വാസസ്ഥലം എന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് വെച്ചാൽ, അത് ക്രിസ്ത്യൻപരമായാലും ഹിന്ദുപരമായാലും എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാലും, ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഇത് ഇസ്രായേലിലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ത്രികോണം ഇരിക്കുന്നത്. ഒരു ത്രികോണം കടലിലും ഒരു ത്രികോണം ഇസ്രായേലും. ആ ത്രികോണം കറക്റ്റ് വെച്ചാൽ ഇസ്രായേലിൻ്റെ കൊടിയാവും. ഇതാണ്. പിന്നെ ഇസ്രായേൽ ഇന്ത്യയെ നശിപ്പിക്കാനും സാത്താൻ്റെ ഇത് നടത്തണ ആരാണ്? പൈസ കൊടുത്ത് പാവപ്പെട്ട ആൾക്കാരെല്ലാം വലിക്കുന്ന ആരാണ്? സാത്താൻ ഗ്രൂപ്പ്. സാത്താൻ ഗ്രൂപ്പിൻ്റെ മെയിൻ ആൾക്കാർ അവരാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, മുസ്ലിംസിനെ പൈചാരുന്ന ഒരു കാര്യം കൂടി ഞാൻ ഇതിൽ പറയാം. എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേൽ മയക്കമരുന്നും പല സാധനങ്ങളും ഇതിലേക്ക് വിട്ടിട്ട് അതിൻ്റെ ആ വിടുന്ന മയക്കമരുന്നിൽ മുസ്ലിമിൻ്റെ ഐഎസും മറ്റും മറിച്ച അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇട്ട് മുസ്ലിംസിനൊരു തീവ്രവാദിയാക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. ഇസ്രായേലാണ് അത് ശ്രമിക്കുന്നത്. അത് പാകിസ്ഥാനാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതാണ്. അത് ഇസ്രായേലാണ് ശ്രമിക്കുന്നത്. ഇസ്രായേലാണ് ഇതിൻ്റെ കൈ. ഇതിൽ ഇസ്രായേലിൽ സാത്താൻ ഗ്രൂപ്പിൽ ഞാനൊരു രഹസ്യം കൂടി പറഞ്ഞുതരാം. സാത്താൻ ഗ്രൂപ്പിൽ ഉന്നത തലത്തിലുള്ള പല ആൾക്കാരും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം വിഭാഗത്തിലെ ഉന്നത തലത്തിലുള്ളവരുണ്ട്. പിന്നെ ഹിന്ദുപരമായിട്ട് ഉന്നത തലത്തിലുണ്ട്, മുസ്ലിം പരമായിട്ടും ക്രിസ്ത്യൻ പരമായിട്ടും എല്ലാ ഉന്നത തലത്തിലും ഈ ഗ്രൂപ്പുണ്ട്.
ഇത് അവിടെയാണ് 3 ഇതുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരുന്ന സത്യം. ഈ കാര്യങ്ങൾ നിങ്ങൾ എത്തിക്കണം, ഇത് മറ്റുള്ളവരിൽ എത്തിക്കണം. ഇതാണ് സത്യം. നിങ്ങൾ ഞാൻ നുണയാണ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്കിക്കോളൂ, ഭഗവത്ഗീത എടുത്ത് നോക്കിക്കോളൂ, ഇനി ശിവപുരാണം എടുത്ത് നോക്കിക്കോളൂ. ഏതൊരു പഠിക്കുക എന്ന് പറഞ്ഞാൽ ആരും പഠിക്കുന്നില്ല. എന്താ, ഉസ്താക്കന്മാരുടെ അടുത്ത് പോയാൽ ഉസ്താദിന് കാശ് കൊടുക്കുന്നു, അറബി ഉസ്താവ് ഓതുന്നു. അമ്പലത്തിൽ പോയാൽ പൂജാരിക്ക് കാശ് കൊടുക്കുന്നു, പൂജാരി ഓതുന്നു. അതേപോലെ തന്നെ ക്രിസ്ത്യന് പോയാൽ എന്താണ്, അച്ഛന് കാശ് കൊടുക്കുന്നു, അച്ഛൻ പരിപാടി ചെയ്യുന്നു. അപ്പോൾ ഇതിലൊക്കെ നടക്കുന്നത് മതക്കച്ചവടമാണ്. യഥാർത്ഥത്തിലുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ സത്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എല്ലാവർക്കും നമസ്കാരം.